LPST രണ്ടാമത്തെ റാങ്ക് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ച് പിന്നിലേക്ക് വന്നു കഴിഞ്ഞാലൊക്കെ ഇങ്ങനെയായിരിക്കും ജോലി കിട്ടാൻ സാധ്യത കമ്മിയാവുമല്ലോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ റാങ്ക് ലിസ്റ്റ് നോക്കി വന്നപ്പോൾ രണ്ടാമത്തെ റാങ്ക് എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഏസിൻ്റെ ഒരു സഹായം അതിൽ നല്ലോണം ഉണ്ട്. എൻ്റെ പേര് വർഷ. പാലക്കാട് ജില്ലയിലും മണ്ണാർക്കാട് അടുത്തുള്ള പാലോടാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛനും അമ്മയാണുള്ളത്. രണ്ടുപേരും ടീച്ചേഴ്സാണ്. ടീച്ചറാവുക എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള ഒരു സ്വപ്നമാണെന്നുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണ ഏസിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ LPSTയിൽ രണ്ടാമത്തെ റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. +2 കഴിഞ്ഞപ്പോൾ TTC ആണ് തിരഞ്ഞെടുത്തത്. കോട്ടപ്പുറത്തുള്ള ശ്രീനാരായണ കോളേജിലായിരുന്നു TTC കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. TTC കഴിഞ്ഞപ്പോൾ PSC കോച്ചിങ്ങിലേക്ക് ഇറങ്ങാമെന്നുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ ഏസാണ് ആദ്യത്തെ ഓപ്ഷനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെരിന്തൽമണ്ണ ഏസിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അന്ന് എൻ്റെ കൂടെ TTC പഠിക്കാനുണ്ടായിരുന്ന പലരും ഏസിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അത് കളിയായിരുന്നു. എല്ലാവരും കൂടി അവിടെ പോയി ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കും, കളിച്ചൊക്കെ ഇരിക്കും. പിന്നെ അത് സീരിയസ് ആയി തുടങ്ങി. നമ്മുടെ കൂടെയുള്ള പലരും വേറെ ബാച്ചിലുള്ള പലർക്കും ജോലി കിട്ടാൻ തുടങ്ങി. അപ്പം നമ്മളിതിങ്ങനെ പോവുക, നമുക്കും കിട്ടണം എന്നുള്ളൊരു വാശി തോന്നി തുടങ്ങി. ഏസിൻ്റെ എക്സാം ബാച്ചുകൾ 2 എക്സാം ബാച്ചിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. രണ്ടും വളരെ ഉപകാരപ്രദമായിരുന്നു. എക്സാംസാണ് ഏറ്റവും കൂടുതലായിട്ട് നെഗറ്റീവൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. ഏസിലെ ക്ലാസ്സുകളും അടിപൊളിയായിരുന്നു. പഠന രീതി എന്ന് പറയുമ്പോൾ കുറച്ച് നേരം സിലബസിനെ മനസ്സിലാക്കാൻ സമയമെടുത്തു എന്നുള്ളതാണ്. അത് ഏസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്ലാസ്സസാണ്. ആ സിലബസ് ആദ്യം പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നും ആ സിലബസിലുള്ള ടോപ്പിക്സാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ആ സിലബസിന് ഓരോ ടോപ്പിക്കായിട്ട് റാങ്ക് ഫയലും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ അതിലേക്ക് എത്രത്തോളം മറക്കുന്നുണ്ടോ അത്രത്തോളം പഠിക്കാം. നമുക്കിത് കിട്ടിയേ തീരുള്ളൂ എന്നുള്ളൊരു തോന്നൽ നമ്മളിലുണ്ടാവുക. ജോലി വലിയൊരു സ്വപ്നമാകുമ്പോൾ നമ്മളതിലേക്ക് അത്രയും വർക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു രീതിയിൽ പോവുകയെന്ന് ചെയ്തിട്ടാണ് സിലബസ് തന്നെയാണ് അടിസ്ഥാനമായിട്ടും വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ കുഴപ്പമില്ലാത്ത റാങ്ക് വരുന്നു, പക്ഷേ 2ാം റാങ്ക് ഒന്നും വരുന്നു ഞങ്ങൾ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം പരീക്ഷ നല്ല ടഫായിരുന്നു, അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നുകൊണ്ട് നമ്മളത് ഒരു പ്രതീക്ഷയിലല്ലായിരുന്നു ഉണ്ടായത്. കാരണം അങ്ങനെ അതുകൊണ്ട് പക്ഷെ ഇവിടെ SLC തൊട്ടിട്ട് തന്നെ കുഴപ്പമില്ലാത്ത ഒരു നിലവാരത്തിൽ ഒക്കെ പഠിച്ചു പോരുമായിരുന്നു. പിന്നെ ഞങ്ങളത്രയൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങളൊരു ചെറിയ ക്ലാസ്സിലൊക്കെയാണ്, അത് കാര്യമായിട്ട് വൈഫ് തന്നെയാണ്. അപ്പോൾ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ നല്ല സപ്പോർട്ട് അങ്ങനെ കൊടുത്തിരുന്നു. പിന്നെയൊക്കെ സ്വന്തമായിട്ട് തന്നെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വേറെ ഇതൊന്നോ ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടോ കാര്യങ്ങളൊക്കെ അവളുടെ കാര്യങ്ങൾ അവളെ അങ്ങനെ ചെയ്തു പോരലുണ്ട്. അതിനൊന്നും പിന്നെ ഞങ്ങളങ്ങനെ വലിയ ഇടപെടൽ നടത്തില്ല. അത്യാവശ്യമുള്ള സമയങ്ങളിൽ അത് ചെയ്യും. എന്തായാലും ഞങ്ങൾ ഇങ്ങനൊരു റാങ്ക് പ്രതീക്ഷിച്ചില്ല. കിട്ടിയതിൽ ഏതായാലും വളരെ സന്തോഷമുണ്ട്. UPയും ഒരു പ്രതീക്ഷ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നതേ ഉള്ളൂ. ഡിഗ്രി 3rd ഇയർ ആവുന്നു. ഇനി മുന്നോട്ട് നേടണം തന്നെയാണ്. പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോകണം, ജോലിയും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. ക്ലാസ്സിനൊക്കെ പോയിരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം LPSTയിലും UPSTയിലൊക്കെ ലിസ്റ്റിൽ കുറച്ച് പിന്നിലേക്കുള്ളവരെ ഈ വർഷം നമ്മുടെ കൂടെ ബാച്ചിൽ വീണ്ടും ജോയിൻ ചെയ്തിട്ട് പഠിക്കണം കാണുമായിരുന്നു. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഫാക്കൾട്ടീസിൻ്റെ അടുത്ത് അങ്ങോട്ട് സംശയം ചോദിക്കാൻ ഈ മേഖലകളിൽ അത്യാവശ്യം നല്ല ധാരണയുണ്ട്. നമ്മളൊക്കെ ഇത്തിരി പിന്നിലേക്കായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് പഠിക്കരുത് എന്നുള്ളൊരു തോന്നലാണ് ആദ്യ ശ്രമത്തിൽ നല്ലോണം എഫേർട്ട് ഇടുക എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി പഠിക്കുന്നവരും ആദ്യ ശ്രമത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ നമ്മുടെ പരമാവധി എഫേർട്ട് എടുക്കുക. PSC അറിയാലോ, ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ പറയുമ്പോഴേക്കും 2-3 വർഷം സമയം എടുക്കുന്നുണ്ട്. അത്രയും ലാഗില്ലാതെ നമുക്ക് ആദ്യ ശ്രമത്തിൽ കിട്ടണം. അപ്പോൾ വരുന്ന എല്ലാ എക്സാംസും നമ്മൾ എഴുതുക. അതിൽ കിട്ടാനുള്ള എല്ലാ എഫേർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അത്ര തന്നെയുള്ളൂ, ഉറപ്പായിട്ടും കിട്ടും.